അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. സോഷ്യൽ ഓഡിറ്റിംഗിന് മാത്യു കുഴൽനാടൻ തയ്യാറാകണമെന്ന LDF സ്ഥാനാർത്ഥി N അരുണിന്റെ ചോദ്യത്തിന് പൊളിറ്റിക്കൽ ഓഡിറ്റും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താമെന്ന മറുപടിയുമായി മാത്യു കുഴൽനാടൻ രംഗത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിലെത്തിച്ച് മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാക്പോര് മുറുകുന്നു. LDF സ്ഥാനാർത്ഥി N അരുൺ ഉന്നയിച്ച സോഷ്യൽ ഓഡിറ്റിംഗ് വെല്ലുവിളി ഏറ്റെടുക്കുന്നതായി UDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ മാത്യു കുഴൽനാടൻ. MLAയ്ക്ക് സ്വന്തമായി അവകാശപ്പെടാൻ ഒരു പദ്ധതിയെങ്കിലും പറയാനുണ്ടോ എന്നും കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ MLA തയ്യാറുണ്ടോ എന്നായിരുന്നു അരുണിന്റെ ചോദ്യം. വികസന പദ്ധതികൾ ഓരോന്നും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മേനിനടിക്കുന്ന ആ UDFകാരോട്, ആ UDFന്റെ നേതാവിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ ഒരു പദ്ധതി പോലും ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLAക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. അതുൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് MLAയെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കും. അത്തരത്തിൽ ഒരു വർത്തമാനം ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും പറഞ്ഞു പോവുകയാണ്. എന്നാൽ സോഷ്യൽ ഓഡിറ്റ് അല്ല, പൊളിറ്റിക്കൽ ഓഡിറ്റിനും തയ്യാറാണെന്ന മറുപടിയുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയിരിക്കുന്നത്. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വെച്ചാണ് മാത്യു കുഴൽനാടൻ അരുണിന് മറുപടി നൽകിയത്. സോഷ്യൽ ഓഡിറ്റ് മാത്രമല്ല, വേണമെങ്കിൽ പൊളിറ്റിക്കൽ ഓഡിറ്റും ഫിനാൻഷ്യൽ ഓഡിറ്റും നടത്താം. ജനങ്ങളെ സാക്ഷി നിർത്തി എന്നെ വിചാരണ ചെയ്യുന്നതിന് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അങ്ങ് നിശ്ചയിക്കുന്ന സമയത്ത് അങ്ങ് പറയുന്ന വേദിയിൽ ഞാൻ വരാം. പക്ഷേ തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അങ്ങും തയ്യാറാകണം, കുഴൽനാടൻ പറഞ്ഞു. എന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാണോ എന്ന് മറുപക്ഷം ചോദിച്ചാൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 100% എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പ്രിയ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, സോഷ്യൽ ഓഡിറ്റിന് മാത്രമല്ല, സോഷ്യൽ ഓഡിറ്റ് ആവാം, പൊളിറ്റിക്കൽ ഓഡിറ്റ് ആകാം, ഫിനാൻഷ്യൽ ഓഡിറ്റ് ആകാം. ഈ 3 കാര്യത്തിലും മൂവാറ്റുപുഴയുടെ ജനപ്രതിനിധി വിചാരണ ചെയ്യപ്പെടുന്നതിനെ ഞാൻ സർവാത്മ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങറിയണം, അങ്ങ് മനസ്സിലാക്കണം, എന്നെ പ്രതി സോഷ്യൽ ഓഡിറ്റും, എന്നെ പ്രതി പൊളിറ്റിക്കൽ ഓഡിറ്റും, എന്നെ പ്രതി ഫിനാൻഷ്യൽ ഓഡിറ്റും അങ്ങയുടെ നേതാവ് നേതൃത്വം നൽകുന്ന ഈ സർക്കാർ കഴിഞ്ഞ 2-3 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങേക്ക് തൃപ്തി വന്നില്ല എങ്കിൽ അങ്ങാണ് ചോദിച്ചത് എന്നതുകൊണ്ട് അങ്ങ് തീരുമാനിക്കുന്ന സ്ഥലം, അങ്ങ് തീരുമാനിക്കുന്ന സമയം, അങ്ങ് തീരുമാനിക്കുന്ന വേദി ഞാൻ അവൈലബിൾ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലളിതമായി ചെറിയ രീതിയിൽ അങ്ങയോടും ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കും. അങ്ങ് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണോ? അങ്ങ് 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ 5 വർഷക്കാലത്തെ അങ്ങയുടെ പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതിൽ അങ്ങേക്ക് വിരോധമുണ്ടോ? ഞാൻ നിർബന്ധിക്കില്ല. അങ്ങ് തയ്യാറാണെങ്കിൽ മാത്രം എന്റെ 5 വർഷത്തെ പ്രവർത്തനവും അങ്ങയുടെ 5 വർഷത്തെ പ്രവർത്തനവും മൂവാറ്റുപുഴയിലെ ജനങ്ങൾ പരിശോധിക്കട്ടെ. ഞാൻ രണ്ടാമതൊരു ചോദ്യം ചോദിക്കും, അങ്ങൊരു പൊളിറ്റിക്കൽ ഓഡിറ്റിന് തയ്യാറാണോ? നമ്മുടെ മുമ്പിൽ ഞാൻ MLA ആയി വരുന്നതിന് മുമ്പ് ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നില്ലേ? നമ്മളൊക്കെ ആത്യന്തികമായി രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. MLA എന്ന സ്ഥാനം, MP എന്ന സ്ഥാനം ഇന്നോ നാളെയോ നഷ്ടപ്പെടാം, ഇല്ലാതാകാം, മാറാം. പക്ഷെ അപ്പോഴൊക്കെ നമ്മളൊരു പൊതുപ്രവർത്തകരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഒരു നേർക്കുനേർ സംവാദത്തിന് വഴി തുറക്കുമെന്നാണ് വോട്ടർമാർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാകുന്നതോടെ വെല്ലുവിളികൾ ഏറ്റെടുത്ത സ്ഥാനാർത്ഥികൾ സംവാദവേദിയിൽ എത്തുമോ എന്ന് കാത്തിരുന്നു കാണണം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്.